മൂന്നാറിന്റെ കുറിഞ്ഞി വസന്തം ഇനി കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിലും. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് ഇവിടെ പൂവിട്ട് തുടങ്ങിയത്. കുറിഞ്ഞികൾ പൂവിടുന്നതോടെ ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് വലിയ ഉണർവേകും. കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നിർമ്മല സിറ്റി കല്യാണത്തണ്ട് മേഖലകളിലും വാഴവര കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലുമാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ട് തുടങ്ങിയത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മലനിരകൾ പൂർണ്ണമായും നീലയും പർപ്പിളും കലർന്ന നിറമുള്ള പൂക്കൾ നിറയും. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് ഒരു വേറിട്ട പ്രതീതിയാകും സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. നിലവിൽ വാഴവര കൗന്തി മലനിരകളിലാണ് വിവിധ മേഖലകളിൽ കുറിഞ്ഞികൾ പൂവിട്ട് തുടങ്ങിയിരിക്കുന്നത്. കൂടാതെ നിർമ്മല സിറ്റി കല്യാണത്തണ്ട് മലനിരകളിലും മേട്ടുകുറിഞ്ഞികൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂവിട്ട് തുടങ്ങും. കോടമഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ കല്യാണത്തണ്ടിലേക്ക് നിലവിൽ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. കുറിഞ്ഞി വസന്തം കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വാഴവര കൗന്തിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിർമ്മല സിറ്റിയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നിർമ്മല സിറ്റി നിറച്ചുണ്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവിടെ നിറച്ച് പോകാം. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ മഞ്ഞിറങ്ങും. പിന്നെ ഇവിടെ ആനത്താരകളുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നടക്കാൻ വേണം. നല്ല കഷ്ടപ്പാടാണ്. ഈ വഴി അറിയത്തില്ലാത്തവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടും, വഴി തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആളുകൾ കൂടുതലും നിർമ്മല സിറ്റിയിൽ വരിക. അവിടെയാണ് കുറിഞ്ഞി കൂടുതലായിട്ട് പൂക്കാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ഇവിടെ വളരെ കഷ്ടപ്പാടാണ്. നടന്നു വന്ന് നമ്മളിത് പെട്ടുപോകും. പിന്നെ ഈ പൂത്തേക്കുന്ന നീലക്കുറിഞ്ഞിയല്ല കേട്ടോ. 2 വർഷത്തിൽ പൂക്കുന്ന കാട്ടുകുറിഞ്ഞിയല്ല, മേട്ടുകുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി നമുക്ക് ഇത്തവണ പൂക്കാൻ സാധ്യതയുള്ള ലക്ഷ്മി ഹിൽസിലാണ്, മൂന്നാറിലെ മലനിരകളിലാണ്. എന്നിരുന്നാൽ കൂടി കാൽവരി മൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കല്യാണത്തിൻ്റെ ഈ മനോഹര വ്യൂ ഒക്കെ വന്ന് ഈ മേട്ടുകുറിഞ്ഞി ആസ്വദിച്ച് മടങ്ങുക. കുറിഞ്ഞികൾ പൂവിടുന്നതോടെ ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് വലിയ ഉണർവാകും സമ്മാനിക്കുക.